ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. RJD പുറത്തുവിട്ട ഇന്നത്തെ പട്ടികയിലും 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളുണ്ട്. 24-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണ റാലിക്കായി ബീഹാറിലെത്തും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ. രോഹിണി, ബീഹാറിലെ ഓരോ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിപ്പിച്ചു. ഒപ്പം പട്ന ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ചിത്രം തെളിയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ത്യ മുന്നണിയിൽ RJDയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് RJD പുറത്തിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിലും കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും കോൺഗ്രസ് RJD പാർട്ടികൾക്കുള്ളിൽ വലിയ തർക്കങ്ങളിലേക്ക് വഴിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇന്ത്യ മുന്നണിയുടെ RJDയുടെയും കോൺഗ്രസിൻ്റെയും CPIMLൻ്റെയും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ JMM സ്വതന്ത്രമായി സ്ഥാനാർത്ഥികളെ നിർത്തിയതും അസദുദ്ദീൻ ഒവൈസി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും. ഒപ്പം NDAയുടെ ഭാഗത്തുനിന്ന് BJPയും JDUവും LJPയും ഉൾപ്പെടുന്ന NDA സഖ്യം സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കിയപ്പോൾ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 24-ാം തീയതി ബീഹാറിലെത്തും. 12 റാലികളാണ് പ്രധാനമന്ത്രിക്ക് ബീഹാറിൽ നിശ്ചയിച്ചിട്ടുള്ളത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.